റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാനും ജനസൗഹൃദമാക്കാനും ലക്ഷ്യമിട്ട് ഉദ്യോഗസ്ഥർക്കായി സിംഗിൾ സൈൻ ഓൺ സംവിധാനം നടപ്പിലാക്കുന്നു. പോർട്ടലിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ മലപ്പുറത്ത് നിർവഹിച്ചു. റവന്യൂ സംവിധാനത്തെ അഴിമതിരഹിതവും വേഗതയേറിയതുമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ ജൻപരിചയ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിർമ്മിച്ച പോർട്ടൽ റവന്യൂ ജീവനക്കാരുടെ ജില്ലാതല അവലോകന യോഗത്തിലാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. നമുക്ക് സിംഗിൾ സൈൻ ഓൺ ഇതിൻ്റെ ഒരു പ്രസക്തി ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അത് നമുക്ക് വളരെ ഇന്ന് നമുക്ക് 8ഉം 9ഉം യൂസർ ഐഡികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ഒരു പരാതി പലപ്പോഴും കഴിഞ്ഞ കാലങ്ങളിലുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ജില്ലയിലൊക്കെ പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇത് ഒരു കാര്യത്തിൽ യൂസർ ഐ ഡി നമുക്ക് സിംഗിൾ സൈനാക്കി മാറ്റുക എന്നുള്ള ഒരു തീരുമാനം നമുക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് പ്രവർത്തിക്കുന്നതിന് കൂടുതൽ ഗുണകരമാകും, അതിൻ്റെ ഗുണം ജനങ്ങൾക്കും ലഭ്യമാകും. ഇതോടെ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് വെവ്വേറെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിക്കാതെ തങ്ങളുടെ ഔദ്യോഗിക ഇമെയിൽ ഐ ഡി വഴി ഒറ്റത്തവണ ലോഗിൻ ചെയ്ത് വിവിധ ഡിജിറ്റൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാൻ സാധിക്കും. പാസ്വേഡുകൾ മറന്നുപോകുന്നതും ഓരോ സേവനത്തിനും പ്രത്യേക ലോഗിൻ ചെയ്യേണ്ടി വരുന്നതും വഴിയുള്ള സമയനഷ്ടവും ഫയൽ നീക്കങ്ങളിലെ കാലതാമസവും ഇല്ലാതാക്കാൻ ഈ പുതിയ സംവിധാനം സഹായിക്കും. ഭൂമി സംബന്ധമായ സേവനങ്ങൾ, ഡിജിറ്റൽ റവന്യൂ കാർഡ്, HRMS, KBT, പ്രവാസി മിത്രം, അലേർട്ട്, കോവിഡ് എക്സ്ഗ്രേഷ്യ, എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള നഷ്ടപരിഹാര പോർട്ടൽ തുടങ്ങിയവയാണ് ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന സേവനങ്ങൾ. ബാക്കിയുള്ള എല്ലാ റവന്യൂ ആപ്ലിക്കേഷനുകളും ഈ സംവിധാനത്തിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ്. ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം കുറയുന്നതിലൂടെ സേവനങ്ങൾ കൂടുതൽ സുതാര്യമായും വേഗത്തിലും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു.